ഗൈസ്, വിഷുവായിട്ട് വീട്ടിലെ ഒരു കുഞ്ഞിക്കണി അതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. സോ അമ്മ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഓരോന്നായിട്ട് ഭഗവാനെ പൂവൊക്കെ ചാർത്തി ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. ചക്ക മേമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ചാച്ചൻ കൊണ്ട് തന്നു. പിന്നെ മാങ്ങയും ചാച്ചൻ തന്നു. പിന്നെയുള്ള സാധനമൊക്കെ വാങ്ങി, ഫ്രൂട്ട്സ് കറിയൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം അരി ഇട്ടില്ലേ, അടുത്തത് വെള്ളരിക്ക. പൂ കുറച്ച് വാടിപ്പോയി. ഇവിടെ മരത്തിലൊക്കെ നോക്കുമ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ കടയിൽ നിന്ന് വാങ്ങി, അതിൻ്റെ ഇവരൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു. എന്നാലും സാരമില്ല, നമുക്കുള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ വിഷു അല്ലേ. അപ്പോൾ കണിക്കൊന്ന വെക്കാണ് അമ്മ. ഇലയും വെക്കും അമ്മ. മഹാവിഷ്ണുവിൻ്റെ മുഖം എന്ന സങ്കല്പത്തിലാണ് വെള്ളരി വെക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെക്കും. ചക്ക, മാങ്ങ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കും. പിന്നെ മാങ്ങയൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ വെക്കേണ്ടെന്നൊരു കൺഫ്യൂഷൻ. പിന്നെ അമ്മ അതിനെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി മത്തനൊക്കെ വെച്ച് ഒക്കെ കറക്റ്റല്ലേ എന്നുള്ള രീതിയിലാണ് അമ്മ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് കറക്റ്റായി വെക്കേണ്ടതെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു കണി. പിന്നെ കൊയ്യാക്കൊക്കെ വെച്ചു. അതെവിടെയൊക്കെ വെക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓറഞ്ച്, പിന്നെ 2 ആപ്പിൾ വെച്ചു. പിന്നെ കുറച്ച് മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പച്ചമുന്തിരി അതും വെച്ചു. ഉള്ളതുകൊണ്ട് നമ്മൾ സെറ്റാക്കി, ഏകദേശം എല്ലാം സെറ്റാക്കി. പക്ഷെ അമ്മയ്ക്ക് വീണ്ടും ഒരു കൺഫ്യൂഷനാണ്, എവിടെ വെക്കേണ്ടതെന്ന്. അതിൻ്റെ ചെറിയ ഇതാണ്. കറുപ്പ് മുന്തിരിയും കിട്ടിയപ്പോൾ 2 മുന്തിരി വാങ്ങി. പിന്നെ പാത്രത്തിലാണ് വെക്കുക. പാത്രം പുതിയത് കിട്ടിയില്ല, അപ്പോൾ നമ്മൾ തൽക്കാലം പേപ്പറിൽ തന്നെ വിരിച്ചിട്ടെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ വെറ്റില, കളിയടക്ക പാക്കറ്റിലാണ് കിട്ടിയത്. അത് ഏകദേശം വെച്ചു. അതിലൊരു എവിടെ വെക്കണ്ടെന്ന് ഒരു കാരണം എല്ലാം കാണുന്ന പോലെ വെക്കണമല്ലോ. അപ്പോൾ അമ്മ എല്ലാവിടെയും നിറച്ചു, തികയ്ക്കണ പോലെ എങ്ങനെ വെച്ചു. പിന്നെ ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, പിന്നെ വാൽക്കണ്ണാടി അത് വെക്കാനാണ് കുറച്ച് പാടായത്. കാരണം അത് നിൽക്കണില്ല. നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അത് നിൽക്കും, നിൽക്കാതെ ഏകദേശം എങ്ങനെയൊക്കെ ഞങ്ങൾ വെച്ച് സെറ്റാക്കി. പിന്നെ കുറച്ച് പുളിയവരയ്ക്ക അതും കൂടെ കുറച്ച് കയ്യിലെടുത്ത് കൊണ്ടുവച്ചു. പിന്നെ വിളക്കൊക്കെ സെറ്റാക്കി എല്ലാം ഏകദേശം ആയി. അപ്പോൾ അമ്മ തിരിയൊക്കെ ഇട്ട് രാവിലെ കണി കാണാനുള്ള സെറ്റപ്പൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എല്ലാം ആക്കി. ഗൈസ്, പടക്കം അത്രയൊന്നും വാങ്ങിയില്ല, കുറച്ചേ വാങ്ങിയുള്ളൂ. എനിക്ക് പൊട്ടിക്കുന്ന സാധനമൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് മത്താപ്പും കുട്ടി ചങ്ക് ചക്രം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങി. ഗൈസ്, സുന്ദരി ഇങ്ങനെ ഉറങ്ങാണ്. പടക്കമൊക്കെ പൊട്ടിയതുകൊണ്ടാണ് ആളൊക്കെ ടെൻഷനായിട്ട് ഇരിക്കണത്. എന്താടി പടക്കം പൊട്ടിച്ചിട്ട് പേടിച്ചിട്ട് നിൽക്കണ്. പടക്കം പൊട്ടിച്ചപ്പോൾ ആള് ടെൻഷനായി. ഗൈസ്, മൊത്തത്തിൽ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ജാനു ഗൈസ്, അമ്മയ്ക്ക് പേടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എന്നാലും അമ്മ എന്താ പറയുക, എല്ലാം ഒന്ന് സെറ്റായിട്ട് കത്തിച്ച് ഇരിക്കുന്നുണ്ടോ. മത്താപ്പും കമ്പിത്തിരിയൊക്കെ കൊളുത്തി ഇങ്ങനെ മാറി മാറി കൊളുത്തിയിരുന്നു.
ഇങ്ങനെ കഴിയുമ്പോൾ വേഗം 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 എടുക്കണം. അതിൻ്റെ അറ്റത്താത്ത മുന്നേ വേഗം 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 ആക്കിയിട്ട് കളയണം ആൾ. പിന്നെ ഞാനും കത്തിച്ചു. പിന്നെ രാത്രിയിൽ ഉറങ്ങിയില്ല ഗൈസ്, 1:30 കിടക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മേ ഏഷ്യനെറ്റിൽ സ്നേഹവീട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ. അത് കണ്ടിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് അയച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നല്ല രസമുണ്ട് കാണാൻ, ഇപ്പോൾ ഓഫ് ചെയ്യണ്ട. അങ്ങനെ ആ സിനിമ കഴിയണ വരെ ഞങ്ങൾ ഇരുന്നു ഗൈസ്. കഴിഞ്ഞിട്ട് 1:30 കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം പോലും കണ്ടടയ്ക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് പടക്കൊക്കെ പൊട്ടിക്കണോണ്ട് നമുക്ക് ആർക്കും ഉറക്കം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കിടന്ന് കുറേ ടൈം കഴിഞ്ഞൊരു കുറച്ച് നേരം ആയുള്ളൂ, അപ്പോഴേക്കും നേരം വെളുത്തു. അങ്ങനത്തെ അവസ്ഥയാണ്. എന്നാലും നല്ല വൈബായിരുന്നു. കാരണം ഇങ്ങനെ ഉറക്കമൊഴിച്ചിട്ട് ശിവരാത്രിക്ക് പോലും നമ്മൾ ഉറക്കമൊഴിച്ചിട്ടിരിക്കില്ല. ഉറക്കമൊഴിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ തൂങ്ങും. അതാണ് അവസ്ഥ. പക്ഷേ ഈ വിഷയം നല്ല സെറ്റായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോൾ ഭഗവാന്റെ കണിയൊക്കെ കണ്ടു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും രാവിലെ എണീക്കുമ്പോൾ ആ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇതായിരുന്നു, സെറ്റായിരുന്നു. പിന്നെ നമ്മൾ മാത്രം കണി കണ്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എൻ്റെ സുന്ദരിയും കൂടെ കണി കണ്ടു രാവിലെ. ആൾ പെട്ടെന്ന് എണീച്ചപ്പോൾ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടൈം കണ്ടു. കഴിഞ്ഞ വർഷം ഇതേപോലെ കണി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്ന പടക്കം, ബാലൻസ് പടക്കമൊക്കെ പൊട്ടിച്ചു. കാരണം എടുത്ത് വെച്ചാൽ അത് തണുക്കും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ശരി, ഇനി കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന എല്ലാ സാധനത്തിനും അപ്പം തന്നെ പൊട്ടിച്ച് തീർത്തു. അല്ലെങ്കിൽ പിന്നെ നാളേക്ക് പറഞ്ഞു വെച്ചാൽ പിന്നെ പൊട്ടിക്കില്ല, അങ്ങനെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പം തന്നെ എല്ലാം ചെയ്തു. പിന്നെ ഗൈസ് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് പടക്കം. ഇത് പൊട്ടിക്കണുണ്ട്, ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇട്ടതിന് പൊട്ടണ സാധനമാണ് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോണി, ഞാൻ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആളിരുന്ന് പൊട്ടിക്കണം. നല്ല രസമുണ്ട് ഈ പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് ആൾ ഇരുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് താഴെ പറഞ്ഞിട്ട് തന്നില്ല, അങ്ങനെ ഫുള്ളും പൊട്ടിച്ചമ്മ. പിന്നെ കുളിച്ച് ഒരു പട്ടുപാവാടയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. പിന്നെ നേരെ ഞാൻ ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത്തി കൈനീട്ടം വാങ്ങി. പിന്നെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ, എല്ലാം അടുത്തടുത്തുള്ള അമ്പലങ്ങൾ തന്നെയാണ്. അവിടെ പോയി, അവിടെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അവിടെയും തൊഴുത്തി കൈനീട്ടം കിട്ടി, അത് വാങ്ങി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നേരെ ഞാൻ കളരി ക്ലാസ്സിലേക്കാണ് പോയത്. അവിടെ 3 പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വാണിയാണ് കേട്ടോ ഇത്. പിന്നെ വരുൺ സാറ് വന്ന് നമുക്ക് നല്ല രസമുണ്ട്, കണിയൊക്കെ ഒരുക്കിയതും എല്ലാം നല്ല രസമുണ്ട്. സാറ് വന്നിട്ട് വാണിക്ക് കൈനീട്ടം കൊടുത്തു. പിന്നെ എന്നിട്ട് സാറ് പറയണേ എന്താണ് നീ എന്നെ വൈറലാക്കുമോ, വീഡിയോ ഒന്നും എടുത്തിടല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും കൈനീട്ടമൊക്കെ വാങ്ങി. പിന്നെ നേരെ ഞാൻ കടയ്ക്കാണ് പോയത്. കണി കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം എന്താ ഉപ്പ് വാങ്ങണം എന്നൊക്കെയാണ് ശാസ്ത്രം എന്നൊക്കെ പറയണം, എനിക്കറിയില്ല. ഞാനത് വാങ്ങി. പിന്നെ വീട്ടിൽ വന്നു. പിന്നെ എൻ്റെ അമ്മ ആണ് കൈനീട്ടം തന്നത്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതൊക്കെ നിന്ന് കാലൊക്കെ പിടിച്ചപ്പോൾ കാലൊക്കെ എന്തിനാണ് പിടിക്കുന്നത്, നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾ ഇതാക്കി തന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പുതുശ്ശേരിക്ക് വന്നു. ഇത് വനജ മേമയാണ്. ഞങ്ങൾ രണ്ടാളും കൂടെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയി. പുതുശ്ശേരി അമ്പലത്തിലാണ് പോയത്. ഇവിടെ എന്തെന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ വിഷുവായിട്ട് ലക്ഷദീപം, കുറേ ദീപങ്ങൾ കുറേ ആൾക്കാർ കൊളുത്തി, അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ കണ്ടു. ദൈവത്തിൻ്റെ അവിടെ പോകാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കുറേ ദീപങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. പിന്നെ നേരെ ഞങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ യുവനിരയുടെ ഒരു വാർഷികം ഉണ്ടായിരുന്നു വിഷുവായിട്ട്. ഇപ്പോൾ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മേമയും കൂടെ നേരെ അങ്ങോട്ട് പോയി. ഡാൻസ് ഉണ്ടായിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു, 10 മണി വരെ ഉണ്ടായിരുന്നു. സോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികളുടെ പാട്ടും ഡാൻസും അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ബോറടിച്ചു. എന്നാലും പാട്ടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോയി. ഡാൻസൊക്കെ കണ്ടു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അമ്മയൊക്കെ ഉറങ്ങി, അമ്മ വന്നില്ല കൂടെ.
മേമ എല്ലാവരും കിടന്നു. ഞങ്ങൾ പിന്നെ അനിയൻ വിഷ്ണു അവനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഞങ്ങൾ തിരിച്ച് വന്നു, ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു. ഇതാണ് എൻ്റെ ഒരു വൺ ഡേ വിഷു ദിവസത്തെ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.